മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബങ്ങളുടെ ആശങ്ക നീക്കാൻ 9ാം നാളിലും സർക്കാരിന് കഴിഞ്ഞില്ല. ഷിജിനായി പുലർച്ചെ മുതൽ സ്കൂബ ഡൈവേഴ്സിനെ ഉൾപ്പെടുത്തി തിരയുമെന്ന വാക്ക് പാലിക്കാനായില്ല. 2 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ഫിഷറീസ് മന്ത്രിയുടെ പ്രതികരണം. കുടുംബം അതൃപ്തി അറിയിച്ചതിനു പിന്നാലെ വിഴിഞ്ഞത്തു നിന്ന് 4 അംഗ സ്കൂബ ടീം മുതലപ്പുഴയിലെത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് തെരച്ചിൽ നിർത്തി. ഇന്ന് രാവിലെ 5:45 മുതൽ തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതലപ്പുഴയിൽ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഞങ്ങളുടെ വള്ളം നിങ്ങൾ കണ്ടതല്ലേ, ഞങ്ങൾ ബാക്കി കുറെ പേര് കടലിൽ കിടപ്പുണ്ട്. പിന്നെ ഇവരുടെ കൂടെ ഇറങ്ങാനായിട്ട് ഒരു വള്ളം ഇവിടെ വന്ന് കിടന്നതാണ്. അപ്പൊ ഇപ്പൊ ഇവരാരും ഇറങ്ങാത്തോണ്ട് ഞങ്ങളുടെ വെള്ളം ഇറക്കി ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ്. ഫുൾ ടൈം എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുവല്ലേ, ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഇതിൽ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ സപ്പോർട്ട് ഞാൻ ഇവരെ നിർത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു തീരുമാനം പറയാനുള്ളത്, ഇവിടുത്തെ കാര്യങ്ങൾ പറയാനുള്ളത് കൂടെ കിട്ടാൻ മാത്രമേ. ഈ കോസ്റ്റൽ ഗാർഡും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും മറൈൻ പോലീസും പിന്നെ മത്സ്യത്തൊഴിലാളികളും എല്ലാവരും സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിലാണ് നടത്തുന്നത്. പക്ഷേ ഇതുവരെ ആ തെരച്ചിലിൽ ഒരു ഫലം ഉണ്ടായിട്ടില്ല. അതിന്റെ എൻഡ് റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് വലിയ വിഷമകരമായ കാര്യം. ജോൺ 31-ാം തീയതി രാത്രി അപകടപ്പെട്ട് 5 മണിക്കൂർ പിന്നിടുമ്പോൾ പോലും ഈ മറൈൻ ആംബുലൻസ് ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. മറൈൻ ആംബുലൻസ് പൂർണ്ണമായിട്ടും തകരാറിലായിട്ട് 6 മാസത്തിലേറെയായി. ഒൻപത് ദിവസം കൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റിന് ഇതിലൊന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു നോർമൽ പ്രൊസീജിയറിനപ്പുറത്തേക്ക് ഒരാളെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ അയാളെ കണ്ടെത്തുക എന്ന ഒരു ശ്രമവും നടത്താത്ത നിലയിലേക്കാണ് ഞങ്ങൾ ഈ ശക്തിയായ ഒരു പ്രതിഷേധവുമായി ഈ 9ാം നാൾ ഞങ്ങൾ മുന്നോട്ട് വരാൻ ഇടയായത്. ഇനിയും മാപ്പ് തരില്ല.